സ്വപ്ന, നമസ്കാരം. നമസ്കാരം. സ്വപ്നയുടെ ജീവിത കഥകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം അറിയാം. അതിനകത്ത് ഇടപെട്ടിട്ടുള്ളതാണ്. അത് ഈ സമൂഹത്തോടൊന്ന് പറയാൻ ഉള്ളൊരു അവസരമായിട്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീ ഭൂമിയിൽ അനുഭവിക്കാവുന്നതിൻ്റെ അത്രയും അനുഭവിക്കാവുന്നിടത്തോളം തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വീടില്ലാത്ത അവസ്ഥ ഒരുപാട് ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മകളെയാണ് സ്വപ്ന. അതെ അതെ. അതുകൊണ്ട് ഈ സ്വപ്നയുടെ ഈ ചരിത്രം നമ്മുടെ സമൂഹത്തോടൊന്ന് പറയണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്ന അവസരം കിട്ടിയത്. സ്വപ്നയുടെ ജീവിതയാത്രയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്വപ്ന കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട്, രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട്, ഇപ്പം 3 മക്കളുണ്ട്. അന്ന് 2 കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ പോകാനുള്ള കാരണം എന്താണ്? അത് യഥാർത്ഥത്തിൽ അത് സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ ഭർത്താവിൻ്റെ മദ്യപാനവും അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു എനിക്ക് മുമ്പിൽ. എന്നാൽ ഞാൻ പള്ളി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും കടക്കാരും പ്രശ്നങ്ങളൊക്കെ. നടപെട്ടോട്ടെ, വായനക്കാർക്ക് സംശയം തോന്നും. ഇപ്പൊ ഭർത്താവ് മദ്യപിക്കൊന്നുമില്ല, നല്ല മര്യാദക്കാരനാണല്ലോ ഇപ്പൊ. അതെ, ശരി, എന്നാ തുറന്നാട്ടെ. അല്ലെ ആളുകൾക്ക് ഓർക്കും, ഒരു സംശയം വരും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടപെട്ടെ. അതിന് സംസാരിക്കുക, പറഞ്ഞോളൂ. അതെ, ഇപ്പൊ ഇല്ല, മദ്യപിച്ച് നടന്ന കാലത്തെ കാര്യമാണ് പറയുന്നത്. അന്നെന്ന് പറഞ്ഞാല് പിന്നെ ഭർത്താവ് ഗൾഫിലും ആയിരുന്നു, ഞങ്ങള് നാട്ടിലായിരുന്നു. അപ്പൊ ഭർത്താവ് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കടവും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. 2 മക്കളും. അപ്പൊ നാട്ടില് ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, ഈ കടത്തിന്റെ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും കടക്കാരെല്ലാം കൂടെ വന്നപ്പം എനിക്ക് അപ്പൊ ഇത്ര ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കാന്ന് അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഏകദേശം ശമ്പളം വരാനുള്ള സമയമായി. അപ്പൊ ആ സമയമായപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ ഈ ATM കാർഡ് എന്തോ പിന്നെ ബ്ലോക്ക് ആയെന്നോ ഇങ്ങനെ എന്തോ ഒരു അവിടുത്തെ കാര്യമാണ്, അങ്ങനെ എന്തോ ആണ് അന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പിന്നെ 4 ആഴ്ചയുണ്ട്. ഇവര് ഈ കടം മേടിക്കുന്നവർ അന്ന് വരും. അപ്പോൾ ആദ്യത്തെ ഒരു ടീം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ വരാൻ പൈസ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ്. പിന്നെ അപ്പൊ ATM ബ്ലോക്കായ സ്ഥിതിക്ക് എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അവര് പൈസ മേടിക്കാൻ വരുമല്ലോ. സ്വപ്നയുടെ വീട് പെരിക്കല്ലൂരാണ്. എന്റെ വയനാട് ജില്ലയിൽ കർണാടക സ്റ്റേറ്റും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പെരിക്കല്ലൂർ എന്ന സ്ഥലത്താണ് സ്വപ്നയുടെ വീട്. അവിടെ നിന്നാണ് വിവാഹം കഴിച്ച് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയത്. ആലപ്പുഴയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ ഞാൻ വീണ്ടും ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു, ഇനിയിപ്പം ഇത് ശരിയാക്കാതെ അവരും ഇപ്പൊ ഗൾഫിൽ പോയിട്ട്, ഭർത്താവ് ഗൾഫിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊന്നും നമുക്കും അത്ര വലിയ പിടുത്തമില്ല. കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തായാലും പൈസ അയച്ചേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ 4 ആഴ്ച ഒരു ഷോർട്ട് ടൈം ഉണ്ടെങ്കിലും അതിനുള്ളിൽ എങ്ങനെ ഈ കാര്യം നടത്തുമെന്ന് എനിക്ക് അറിയത്തുമില്ല. എനിക്ക് അത്ര പരിചയമില്ലാത്ത നാട്. അതെ, സാമ്പത്തികമില്ല. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത്, എന്നാ പിന്നെ ഇനിയിപ്പം എന്നാ വെച്ചാൽ അതുപോലെ വീട്ടിലെ ആളുകൾ വന്ന് പ്രശ്നമായി. പിള്ളേരെ 2 പേരെ എടുത്തിട്ട് ഞാൻ ഓർത്ത് ഇനിയിപ്പം മരിക്കാൻ പോകാം. അങ്ങനെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മക്കളെ, മൂത്ത മോന് 2 വയസ്സും രണ്ടാമത്തെ മോന് ഏകദേശം ഒരു 3-4 മാസം ഉള്ളൂ പ്രായം. അതെ, ഇങ്ങനെ കയ്യിൽ മലത്തി പിടിക്കുന്നൊരു പ്രായമാണ്. പിന്നെ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോന് 20 ദിവസമായപ്പോ ഭർത്താവ് ഗൾഫിലേക്ക് പോയത്. അപ്പൊ പോയി കഴിഞ്ഞാൽ സന്തോഷം മദ്യപാനം ഉണ്ടായിരുന്നു. സന്തോഷം മദ്യപാനം ഉണ്ടായിരുന്നു. സത്യത്തിൽ നമുക്ക് സമൂഹത്തോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ മദ്യപാനം സമൂഹത്തിന്റെ എല്ലാ കുടുംബത്തെയും ശിഥിലമാക്കും. തീർച്ചയായിട്ടും. നമ്മൾ ഇവിടുന്ന് മദ്യപാനം കുടുംബാംഗങ്ങളെ മരണത്തിലേക്ക് നയിക്കും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. സമൂഹത്തിനിടയിൽ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ആരോഗ്യം നഷ്ടപ്പെടും. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളാണ് മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്നത്. അതെ, മദ്യപിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല അതിന്റെ ഒരു സന്തോഷം. ഇതിന്റെ പുറകിൽ ഈ ഇവരെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം അതിന്റെ പുറകിലേക്ക് വരുന്ന, ഇപ്പൊ ഭാര്യയാണ്, അമ്മയാണ്, കുഞ്ഞുങ്ങളാണ്, കുടുംബമാണ്, അവർക്കെല്ലാം ഇതൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും. അവര് മാത്രമേ ഉള്ളൂ ഇതിൽ സേഫ് ആയിട്ട്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നത്.
അപ്പൊ പിന്നെ അവിടെ ചെന്നു പ്ലാറ്റ്ഫോം. അപ്പൊ എങ്ങനെയാ സത്യം പറഞ്ഞാൽ മരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വയനാട് ജില്ലയിലാണ് ഞാൻ പിന്നെ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ട്രെയിനോ ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിൻ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പിന്നെ പിള്ളേരെയും കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പം ഈ ട്രെയിനിന്റെ മുമ്പിൽ ചാടേണ്ടത് എങ്ങനെയാന്നൊരു ഐഡിയ സത്യം പറഞ്ഞാൽ അന്ന് എനിക്കില്ല. പുറകിൽ ട്രെയിനിന്റെ രണ്ടു വശം ഓരോ ആണ്, രണ്ടു വശം ആണ്, സാറിന് അറിയായിരിക്കും. അന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പൊ ഫ്രണ്ട് ഏതാ മുമ്പ് അതിന്റെ എവിടെയാ ചാടണ്ടേന്ന് ഒന്നാമത്തെ കാര്യം എനിക്കറിയത്തില്ല. രണ്ടാമത്തെ കാര്യത്തിന് മുമ്പ് എങ്ങനെ ചാടി മരിക്കും എന്നൊക്കെ ഇങ്ങനെ. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താണ് കയറിയിരിക്കുന്നത്. ഞാൻ ആ പിന്നെ വിശ്രമമുറി ഉണ്ടല്ലോ, സ്ത്രീകളുടെ വിശ്രമമുറി, ഒരാഴ്ചത്തെ താമസം അല്ലേ? അതെ അതെ. ഈ 3 മാസമായ കുഞ്ഞിനെ കൈ വെച്ചോണ്ട് അതിനെ കുളിപ്പിക്കണം. അതിന് അപ്പൊ സ്വപ്നയ്ക്ക് ബാത്റൂമിൽ പോണെങ്കിൽ കൊച്ചിനെ ആരെങ്കിലും കൈ കൊടുക്കണം. അന്ന് അത് എങ്ങനെ ഞാൻ തരണം ചെയ്തെന്ന് എനിക്ക് സത്യം പറഞ്ഞാല് അപ്പോഴും ഓർമ്മയില്ല. ഇപ്പോഴും എനിക്ക് അതിനെ ഓർമ്മയുണ്ട്. പക്ഷെ അതെ, അതൊക്കെ എന്തായാലും ഞാൻ എന്റെ കുഞ്ഞിനെ 2 മക്കളെയും കയ്യിൽ നിന്ന് താഴെ വെക്കുവോ, എന്റെ അടുത്തുനിന്ന് കാര്യം ഞങ്ങൾ മരിക്കാൻ പോവുകയാണെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കത് ഓർക്കാനും അറിയത്തില്ല എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തേന്ന്. കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് ബാത്റൂം, അത് മൂത്ത മോനും ഉണ്ട്, അവനെ പുറത്ത് നിർത്തിപ്പോയാൽ വേറെ ആരെങ്കിലും അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്തേന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അതെന്തായാലും അത് ഹാൻഡിൽ ചെയ്തു ഞാൻ ഒരാഴ്ച. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇന്ന് ചാടാം, നാളെ ചാടാം, നാളത്തേക്ക് ചാടാം, അങ്ങനെ ഏകദേശം 5-6 ദിവസമായി കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ. അതുകൊണ്ടല്ല, എനിക്കിതിന്റെ ഇത് എങ്ങനെ മരിക്കണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പേപ്പറിലൊക്കെ വായിച്ചുള്ളൊരു അറിവേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ മോന് ഒരു 15 രൂപയുടെ, അന്നൊരു ആരോ റൂട്ട് ബിസ്ക്കറ്റിന് 15 രൂപയാ. ബിസ്ക്കറ്റിന്റെ കവറാന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മ തോന്നുന്നത് അങ്ങനെയാണ്. അതോ അവിടെ കിടന്ന പേപ്പറാണോ, ഒരു പേപ്പറിൽ ഒരു 2 പേര് ആത്മഹത്യ ചെയ്യാന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഒരു ചരിത്രം എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ ഷീറ്റ് കിട്ടി. അതെ, അതിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് അംഗവൈകല്യം സംഭവിച്ചു. അപ്പൊ ഒരാൾ മരിച്ചും പോയി. അതപ്പോ എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി. ഇനിയിപ്പൊ ഞാൻ ചാടി കഴിഞ്ഞാൽ എന്റെ മക്കള് പിന്നെ ഇവർക്കാണെങ്കിൽ അഡ്രസ്സ് പോലും പറയാനും അറിയത്തില്ലല്ലോ. അപ്പൊ ഇത് ആരാ മരിച്ചതെന്ന് ഞാൻ പിന്നെ അന്നത്തെ എന്റെ ഒരു അറിവ് വെച്ചാൽ എന്റെ വിചാരം ഇപ്പൊ മരിച്ചാൽ പോലും ആർക്കും ആരെയും തിരിച്ചറിയാനൊന്നും സാധിക്കത്തില്ല എന്നൊക്കെയായിരുന്നു. ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച വ്യക്തിയായതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ അറിവുകളേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അതിൽ നിന്ന് പിന്നെ പിന്മാറി. പിന്നെ ഞാൻ എനിക്ക് മരിച്ചില്ല എങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളിനെ ഓർത്ത് എന്റെ മക്കള് അതെ, എനിക്ക് ഇവര് അഡ്രസ്സ് പോലും പറയാൻ പറ്റാതെ ഇവര് ഈ ലോകത്ത് ചിലപ്പോ അവരെ വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയി, അങ്ങനെയൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആ ഒരു പേപ്പർ ഷീറ്റാ സത്യം പറഞ്ഞ എന്നെ തിരികെ കൊണ്ടുവന്നത്. അല്ല ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തേനെ. അത് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ നിന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അവിടുത്തെ 7 ദിവസത്തെ താമസം കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അവിടെ കിടക്കുക, തിരിച്ച് അങ്ങനെ ആ ഒരു വല്ലാത്ത പരിസ്ഥിതിയായിരുന്നു അല്ലേ? അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അവിടെ 2 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞാൻ അവിടെ ആ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കലാണ് എന്റെ പരിപാടി. എന്ന് വെച്ചാൽ ഞാൻ പോയ കൊച്ചു ട്രെയിനിന്റെ മുമ്പിലേക്ക് ചെറിയ മോനല്ലേ, അവനെ ഓടി ചാടൂല. അതുകൊണ്ട് ഞാൻ പുറത്തങ്ങനെ ഇറങ്ങിയില്ല, അവിടെ തന്നെ ഇരിക്കലായിരുന്നു. എന്ത് ചെയ്യും? അപ്പൊ ആ സമയത്തെല്ലാം ഞാൻ ഭർത്താവിനെ വിളിക്കുകയും പിന്നെ ഇവരെയൊക്കെ വിളിച്ചാൽ അപ്പോഴത്തേക്കൊന്നും ഒരു രക്ഷയില്ല, ശരിയാകുന്നില്ല. അപ്പൊ ഈ പൈസ ഇല്ലാതെ എനിക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവിടെ. അത് കഴിഞ്ഞാണ് മരിക്കുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോ രണ്ടുപേരും ചാടി ഒരാൾ രക്ഷപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് മരിക്കണ്ടെന്ന് വിചാരിച്ചത്. അതെ, ആ പേപ്പർ അതോർത്ത് അത് കണ്ടിട്ടാ ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോരാ അവിടുന്ന് പോരാ അല്ല, അവിടെ തന്നെ ഇരിക്കാന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് മൂത്ത മോന് ശ്വാസമുട്ടിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ വെള്ളം ഈ പച്ചവെള്ളം അല്ലെ, വാട്ടറിന്റെ മിനറൽ വാട്ടറിന്റെ കുപ്പിയാണ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ബിസ്ക്കറ്റും ഈ വെള്ളമൊക്കെ കൊടുത്തിട്ടായിരിക്കും അവന് പിന്നെ ശ്വാസമുട്ടായി. മൂത്ത കൊച്ചിന് തന്നെ ഞാൻ ബ്രസ്റ്റ് ഫീഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവന് വിഷയമില്ല. ഇവനങ്ങനെ ശ്വാസമുട്ടായപ്പം ഇവനെ പിന്നെ ആശുപത്രി കാണിക്കാം. അപ്പൊ ആശുപത്രി കാണിച്ചിട്ട് തിരികെ വരാമെന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. എന്ന് വെച്ചാൽ ഭർത്താവിന്റെ പൈസ വരാതെ എനിക്ക് വീട്ടിലും പോകാൻ പറ്റത്തില്ല, എന്റെ വീട്ടിലും പോകാൻ പറ്റത്തില്ല, ഞങ്ങളുടെ അങ്ങോട്ടും ചെല്ലാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഇവിടെ തന്നെ തിരിച്ചു വരാമെന്നോർത്താണ് സത്യം പറഞ്ഞാൽ ഞാന്
പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോവാ. പിന്നെ അവിടുന്ന് 7 ദിവസമായപ്പോ മൂത്ത കുഞ്ഞിന് സുഖമില്ലാതെ അവനെ കൊണ്ട് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയി. പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് മൂത്ത മോനെ പരിശോധിച്ചു ഡോക്ടർ. പരിശോധിച്ചപ്പോൾ അവന് ശ്വാസം മുട്ടുണ്ട്, വല്ലാത്തതുണ്ട്, ബ്രീത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നെബിലൈസ് ചെയ്യാം, പിന്നെ നമുക്ക് ഒബ്സർവേഷനിൽ ഇടാന്ന് പറഞ്ഞു. 24 മണിക്കൂർ ഇങ്ങനെ അവര് ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പിന്നെ കയറി പറയാ, ഡോക്ടറെ ഇവനെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാവോ എന്ന്. അപ്പൊ എനിക്ക് അവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വാസം കഴിഞ്ഞു. ആശുപത്രിയിലെങ്കിൽ കുറച്ച് ദിവസം കിടക്കാം. എനിക്ക് പറയുമ്പോൾ ഒരു 30 ദിവസം പിടിച്ച് പൈസ വന്നാലും ഇനി ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ മരണത്തിൽ നിന്നുള്ള ആ ഒരു മൈൻഡ് എന്റെ മാറി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇവനെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടറിന് അഡ്മിറ്റ് ചെയ്യാൻ മാത്രമുള്ള രോഗം ഇവനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഓരോ സമയവും ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നെബിലൈസ് ചെയ്യും, ഇവനെ പുറത്തേക്ക് ഇറക്കും. അപ്പൊ പുറത്തേക്ക് ഇറക്കുമ്പോ ഇവനെ ഫുഡ് മേടിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ ഇവന് ഫുഡ് മേടിച്ചു കൊടുക്കണം. ഈ പറയും പോലെ ഞാൻ ബിസ്ക്കറ്റാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചതിന്റെ കൂട്ടത്തിൽ ഇവന് പിന്നെ ബിസ്ക്കറ്റ് ഞാൻ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. കൂടാനായിട്ട് ഭയങ്കര ക്രൂരതയാണ്. പക്ഷെ എനിക്കിപ്പോ സച്ചിനോടാ ചെയ്തത് ആണ്, ക്രിക്കറ്റ് രാജാവിനോട്. അതെ. ഇനി ഞാൻ അവനപ്പോ ഓരോ പ്രാവശ്യവും 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോഴാണ് അവര് പിന്നെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും നമ്മള്. കിടക്കാനിടയില്ല, പിന്നെ അവിടെ താമസിക്കാനായിട്ട് കൊച്ചിന്റെ അസുഖം ഉണ്ടെങ്കിൽ താമസിക്കാം. അതെ, ഇന്നാണെങ്കിൽ ഇച്ചിരി ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോ വിഷമൊക്കെ മേടിച്ചിട്ട് കൊടുത്തേന്ന് തോന്നുന്നു. അന്ന് അങ്ങനെയല്ല, അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് അത്രേ അറിവുള്ളൂ. അപ്പൊ ഞാൻ അന്ന് അവന് ഒരു പ്രാവശ്യം നെബിലൈസ് ചെയ്യുക, പുറത്തു കൊണ്ടുപോവുക, 10 രൂപയുടെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ ഇവന് പക്ഷെ ഒരു ആവറേജ് ഇതില് ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ഇവന് കൂടിയാൽ മാത്രമേ ഇവനെ ഹോസ്പിറ്റലിൽ കിടത്തത്തുള്ളൂ. പൈസക്ക് ഒരു സ്ത്രീയുടെ ബ്ലീഡിങ്ങുകളുടെ വസ്ത്രമൊക്കെ അലക്കിയാണ് പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ആ ഒരു 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ രാത്രിയിൽ എനിക്ക് എങ്ങനെയാണെങ്കിലും അവിടെ നിക്കാം. അന്നത്തെ രാത്രി പിറ്റേ ദിവസം അവിടെ നിൽക്കാനുള്ള ഒരു സൗകര്യം. എന്നാലും ഞാൻ എൻ്റെ മൂത്ത മോന് പിന്നെ അവനെ കുളിപ്പിക്കാനും കൊച്ചിനെയും കൊണ്ടൊക്കെ ഞാൻ അവിടെ ഈ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് താഴെ ഈ തുണിയൊക്കെ കഴുകുന്ന ഒരു സൗകര്യം ഉണ്ടല്ലോ, അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവരെ ഒന്നും കൈമാറാതെ എനിക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. അത് ഞാൻ ശരിക്കും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലെ കാര്യം ചോദിച്ചപ്പോ ഞാനത് എങ്ങനെയോ ഹാൻഡിൽ ചെയ്തു. ഇവിടെ എനിക്ക് അത് പറ്റുന്നില്ല. അപ്പൊ ഒരു ചേച്ചി അവിടെ ഇങ്ങനെ ഇരിപ്പട്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിനോട് ആ ചേച്ചി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആ ചേച്ചിന്റെ അടുത്ത് ഞാൻ ഇവനെ കൊടുത്തു, ചേച്ചി ഇവനെ ഒന്ന് പിടിക്കുവോ, ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൊച്ചിനെ മൂത്തവനെ കുളിപ്പിക്കുകയും അവരെ സെറ്റാക്കി എടുത്തു. പിന്നെ എന്നിട്ട് ഈ ചേച്ചിയോട് പിന്നെ എനിക്ക് ആ ചേച്ചിയോട് ചോദിക്കാൻ തോന്നി എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു എനിക്ക് ബ്ലീഡിങ് ആയി, നീ ബ്ലീഡിങ് ആണ്, അപ്പൊ കൂടെ നിൽക്കാൻ ആരുമില്ല, പിന്നെ ഈ തുണി കഴുകാനും ആരുമില്ല, എനിക്ക് തുണി ഒന്ന് കഴുകി തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോ ഈ കൊച്ചിനെ പിടിക്കുന്നേ കഴിഞ്ഞ സുഖമാണ് തുണി കഴുകുന്നത്. അത്രയ്ക്ക് ഞാനിങ്ങനെ കുഞ്ഞിനെ പിടിച്ച് രണ്ടാമത്തെ മോനാണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളൊരു കുഞ്ഞായിരുന്നു. അപ്പൊ ഇവനെ പിടിച്ച് എന്റെ കൈയൊക്കെ കുഴഞ്ഞു, പിന്നെ മാനസികമായിട്ട് ഞാനിങ്ങനെ തകർന്നിരിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തുണി കഴുകി തരാം, ചേച്ചി എന്റെ മോനെ ഒന്ന് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അടി ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് എന്റെ കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ ആ തുണി കഴുകി കൊടുത്തു. ആ തുണി കഴുകി ഞാൻ കൊടുത്തു കഴിഞ്ഞ് അതെ അതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ചേച്ചിയോട് അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സുവിശേഷവും പറഞ്ഞു. ഞാൻ മരിക്കാൻ നിൽക്കുവാണ്, ഞാനൊരു സമ്മർദ്ദത്തിൽ നിൽക്കുവാണ്, എങ്കിൽ പോലും ഞാൻ ഉണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി യേശുവിനോട് പ്രാർത്ഥിച്ച ചേച്ചിയുടെ ബ്ലീഡിങ് മാറും എന്ന് ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ആന്ന് പറഞ്ഞു. ആ ചേച്ചി എന്നെ ഇങ്ങനെ നോക്കി ആന്നും പറഞ്ഞു. പക്ഷെ ആ ചേച്ചി ഒരു ചുരുട്ട് ഒരുവിധം ഒരു പണം ഒരു എത്രയാന്ന് ഞാൻ എണ്ണിയിട്ടില്ല, ഒരു ചുരുട്ട് പൈസ എനിക്ക് കയ്യിലേക്ക് ഇങ്ങനെ തന്നു. ആ പൈസ കൊണ്ടാണ് പിന്നെ ഞാനൊരു 2-3 ആഴ്ച, അതായത് എൻ്റെ ഭർത്താവിന്റെ പൈസ ഗൾഫിൽ നിന്ന് വരാൻ ഉള്ള സമയം വരെ ഞാൻ ഈ ഹോസ്പിറ്റലാണ് സ്പെൻഡ് ചെയ്തത്. ആ സമയം വരെ അന്ന് വണ്ടാനം ആശുപത്രിയിൽ ഒരു കഞ്ഞിക്ക് 15 രൂപയാണ്. ഈ 15 രൂപയ്ക്ക് കഞ്ഞി മേടിച്ചു കൊടുത്ത് മോന് കൊടുക്കും. ഞാൻ അങ്ങ് ഉപവാസത്തിലേക്കും കയറി. ഞാൻ ഉപവസിക്കും. സത്യം പറഞ്ഞാൽ അന്നൊന്നും ഉപവാസത്തിന്റെ ആ ഒരു യഥാർത്ഥ ഫീലിങ്സിലല്ല ഞാൻ കയറിയത്. ഞാൻ അത്യാവശ്യം എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യാം, എനിക്ക് ഭക്ഷണം മേടിക്കാൻ പൈസയില്ല, കൊച്ചിനൊരു കഞ്ഞി മതി, ഉപ്പിട്ട് കഞ്ഞി അവന് കൊടുക്കും, രണ്ടാമത്തെ മോന് ഫീഡ് ചെയ്യും. ആ ഒരു ഇതിലാണ് ഞാൻ ആ ഉപവാസത്തിലേക്ക് യഥാർത്ഥത്തിൽ കയറിയത്.
പിന്നെ അന്ന് എൻ്റെ ഒരു തെറ്റായ ധാരണ, എൻ്റെ ധാരണയാണ് ഞാൻ പറയുന്നത്, പിന്നെ രോഗസൗഖ്യം മാത്രമേ ദൈവം കൊടുക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു. വേറെ അനുഗ്രഹങ്ങളൊന്നും കിട്ടുകയില്ല, വേറെ ഒന്നും ദൈവം കൊടുക്കത്തില്ല. 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നില്ല, നേരെ പെരിക്കല്ലൂർക്ക് ഇങ്ങോട്ട് പോകുന്നു? ഇല്ല, അവിടെ ഞാൻ 2-3 ആഴ്ച പിന്നെ ഭർത്താവ് അക്കൗണ്ട് ഒക്കെ ശരിയായി എന്ന് പറഞ്ഞ് പൈസ വീട്ടിലേക്ക് ഇട്ടു. ആ പൈസ അവിടെ കൊടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. അതെ, പുള്ളി പിന്നെ നാട്ടിലേക്ക് തിരികെ വന്നു. ഇവിടെ വന്നിട്ട് ചാച്ചനും വീട്ടിൽ കാര്യമായിട്ട് സഹകരിക്കില്ലായിരുന്നു? ഇല്ല, ചാച്ചന് പെമ്മക്കള് വീട്ടില്, കല്യാണം കഴിച്ച മക്കള് വീട്ടിൽ നിൽക്കുന്നതിന് ഭയങ്കര അപമാനമുള്ളൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ പിന്നെ പെരിക്കല്ലൂർ ഒന്ന് വാടക വീടെടുത്ത് മറ്റു ജോലികളൊക്കെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് അജീഷ് മാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലേ? പെരിക്കല്ലൂര് വന്ന് വാടക വീടെടുത്ത് താമസിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പിന്നെ സ്ഥലത്തിന് വേണ്ടി ഞാൻ മക്കളോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാനും കുറച്ചും കൂടി പ്രാർത്ഥനയും കുറച്ചും കൂടി വിശ്വാസവും എനിക്ക് വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിനൊക്കെ വേണ്ടി പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം എൻ്റെ വിചാരം രോഗസൗഖ്യം മാത്രമേ, പിന്നെ ഞാൻ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് പ്രാർത്ഥിക്കുമ്പോ പിന്നെ എൻ്റെ വീട്ടില് അരിക്കൊന്നും മുട്ടില്ലാതെ വരാൻ തുടങ്ങി. ഈ മെഡിക്കൽ കോളേജിലെയും ഹോസ്പിറ്റലിലെയും വാസത്തിനിടയ്ക്ക് ശരിയായി ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല? ഇല്ല. അന്നൊക്കെ ഞാൻ ഉപവാസത്തിലായിരുന്നു. അതെ, കഴിക്കാനില്ലാത്തോണ്ടുള്ള ഉപവാസം. ആ ഉപവാസമാണ് ദൈവത്തെ അങ്ങനെ. ഇവിടെ വന്നു കഴിഞ്ഞാണ് നമ്മുടെ അനീഷ് പാസ്റ്റർ ബന്ധപ്പെടുക. അത് സ്ഥലമൊക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അനീഷ് പാസ്റ്ററുമായിട്ട് ഇത് വരുന്നത്. അനീഷ് പാസ്റ്റർ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഞങ്ങളിങ്ങനെ പിന്നെ ഞാനൊരു കിടപ്പാടമായിരുന്നു, പിള്ളേരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു കിടപ്പാടം തരണേ ദൈവമേന്ന്. പക്ഷെ അത് ഈ പറയും പോലെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം മേടിക്കാനുള്ള പൈസ കിട്ടി. ആ പൈസയും ഇനി ഞങ്ങൾ കുടുംബശ്രീന്ന് കുറച്ച് പൈസ ആ സമയത്ത് എനിക്ക് ലോൺ കിട്ടിയായിരുന്നു. ആ 2 പൈസയും കൂടെ ഇട്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം, നല്ല റോഡിന്റെ സൈഡില്, നല്ല വിലയുടെ, സാറൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല സ്ഥലം മേടിക്കാൻ ദൈവം സഹായിച്ചു. 10 സെന്റ് അല്ല, 15 സെന്റ് സ്ഥലം ഞങ്ങൾ മേടിച്ചത്. പക്ഷെ അതിൽ നിന്ന് 5 സെന്റ് പിന്നെ കുടുംബശ്രീ വില കൊടുത്ത് മേടിച്ച സ്ഥലമാണ് സ്വപ്ന ഫ്രീ ആയിട്ട് ചർച്ചിന് വേണ്ടി കൊടുത്തു. അത് ആകെ 15 സെന്റേ ഉള്ളൂ, അതിൽ നിന്ന് 5 സെന്റ് ചർച്ചിന് കൊടുത്തു. അതെ, അപ്പോഴത്തേക്കും എനിക്കൊരു അനുഗ്രഹം കിട്ടുമെന്നൊരു തോന്നലുണ്ടോ? അല്ല, ഭയങ്കരമായിട്ട് എനിക്ക് ദൈവമാണ് ഈ 10 സെന്റ് സ്ഥലവും 3 നമുക്ക് താമസിക്കാൻ ഒരു വീട് മതി, അത് മതി. എന്നെ പോലെ എത്രയോ പേര് കഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ നാട് ഒരു ഗ്രാമപ്രദേശങ്ങളാണ്. ഈ പറയും പോലെ വണ്ടിക്കൂലിയൊക്കെ ഇല്ലാതെ പള്ളിയിൽ പോകാതിരിക്കും, ഒരു ആശ്വാസത്തിന് വേണ്ടി ഓടി നടക്കുന്നവരുണ്ടാവുമല്ലോ. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഫുൾ മദ്യപാനികളുടെ ഒരു ഏരിയയാണ്. അപ്പം ഞാൻ ഓർത്ത് എന്നെ പോലെ വണ്ടിക്കൂലി ഇല്ലാതെയോ ബുദ്ധിമുട്ടുന്ന ആർക്കെങ്കിലും ഒന്നൊന്ന് പ്രാർത്ഥിക്കണ ഒരു ചർച്ചിന് വേണ്ടി. അതെ 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 കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആണ് അന്വേഷിച്ച് വിളിച്ച് വീടിന്റെ കാര്യം പറഞ്ഞല്ലേ? 5 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു കഴിഞ്ഞപ്പം ആ സഭയുടെ പാസ്റ്റർ സുജേഷ് പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ആയിരുന്നു. ആ പാസ്റ്റർ അവിടുന്ന് പിന്നെ ഇവരോട്, അനീഷ് പാസ്റ്ററോട് ഇവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹോദരി ഒരു 5 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ വേണ്ടിയിട്ട് അനീഷ് പാസ്റ്റർ വരുക, ക്യാമറയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ. അപ്പൊ അനീഷ് പാസ്റ്റർ ഓർത്ത് ഞാൻ അത്യാവശ്യം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളൊരു ആളായിരിക്കും, 5 സെന്റ് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ വന്നപ്പോഴത്തേക്കും എൻ്റെ 3 മക്കളെ ഇങ്ങനെ കട്ടിലേൽ ഇരുത്തിയിട്ട് ഞാൻ പണിക്ക് പോയേക്കുക, വാതിൽ 2 അടച്ചു. അവര് കട്ടിലേൽ ഇരിക്കുക. അതെ അതെ, ഒരു ടിവിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കട്ടിലേൽ. ഇവര് എങ്ങനെയും അകത്തിരിക്കണം, എന്നാലല്ലേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും. അതെ, അപ്പൊ ആ കട്ടിലിനകത്ത് ഇവര് ഇരിക്കുക. അപ്പൊ അനീഷ് പാസ്റ്റർ ഒന്ന് കണ്ടപ്പോ ഈ പിള്ളേരോട്, അമ്മ എന്തി, അമ്മ ജോലിക്ക് പോയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട് തുണി കൊണ്ടൊക്കെ മറച്ച ഒരു, അതെ, ഷീറ്റ് പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ഒരു വീടായിരുന്നു. അതെ, കുടിലെന്ന് പോലും പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ലത്, അത്രയ്ക്കും. ശരി, അപ്പം നമ്മുടെ വായനക്കാരോട് പറയുന്നു, സ്വപ്നയുടെ ഈ 5 സെന്റ് സ്ഥലം സ്വപ്ന അധ്വാനിച്ച് വില കൊടുത്ത് വാങ്ങിയ ഭൂമി പെരിക്കല്ലൂർ അസംബ്ലീസ് ഓഫ് ചർച്ചിലെ പാസ്റ്റർക്ക് വേണ്ടി അത് എഴുതി കൊടുത്തു. ഈ വിവരം അറിഞ്ഞുകൊണ്ടാണ് അസംബ്ലീസ് ഓഫിന്റെ മലബാർ ഡിസ്ട്രിക്ട് ട്രഷററായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന മീനങ്ങാടിയിലെ പാസ്റ്റർ അനീഷ് അയ്പ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇല്ലായ്മയിൽ നിന്നും, വീട് പോലും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു പാർട്ടി കിട്ടിയതിൽ നിന്നൊരു 5 സെന്റ് സ്ഥലം പള്ളിക്ക് കൊടുത്തെന്ന് അറിഞ്ഞത്. അതൊരു വലിയൊരു അത്ഭുതകരമായ ഒരു സംഭവമായിപ്പോയി. ക്രൈസ്തവ ചിന്ത അത് റിപ്പോർട്ട് ചെയ്തു.
റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല സ്വപ്നയ്ക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടേ ഇനി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൊണ്ട് തീരുമാനമെടുത്ത് ക്രൈസ്തവനിൽ എഴുതി. വായനക്കാർ ധാരാളമായിട്ട് സഹായിച്ചു. അതിൽ 1-2 പേരുടെ പേര് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന് വർഗീസ് ചാക്കോയ ഷാർജയാണ്, ക്രൈസ്തവ എഡിറ്ററാണ്, IPCയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. അദ്ദേഹമാണ് 2.5 ലക്ഷം രൂപ ആദ്യമായി സ്വപ്നയുടെ കഥ കേട്ടിട്ട്, കാരണം ആത്മഹത്യ ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ അലിഞ്ഞിരിഞ്ഞ് നടന്നു, ആത്മഹത്യ ചെയ്തില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് താമസിച്ചു, അവിടെ തുണി കഴുകിയൊക്കെ പുള്ളിക്കാർ ജീവിച്ച കഥകളൊക്കെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഇല്ലായ്മയിൽ നിന്നും സഭയ്ക്ക് വേണ്ടി സ്ഥലം കൊടുത്തു. ഇങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ആണ് വീട് കൊടുക്കേണ്ടത് എന്നൊരു ചിന്ത നമ്മളിലുണ്ടായി. അങ്ങനെയാണ് വർഗീസ് ചാക്കോ ചായൻ ഷാർജ 2.5 ലക്ഷം രൂപ ആയിട്ട് അങ്ങനെയാണ് വീട് പണി ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ സർക്കാരിന് വീടിന് അപേക്ഷ കൊടുത്തായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അനീഷ് പാസ്റ്റർ വന്ന് ഇവർക്ക് മിഠായി ഒക്കെ കൊടുത്തു, ഇവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് പോയെന്ന് പറഞ്ഞു. അത്രേ നമുക്കറിയത്തുള്ളൂ. അപ്പൊ ഞാനപ്പം ഈ പിണറായി സർക്കാരിന്റെ ആദ്യ കാലഘട്ടമാണ്, ആ സമയത്താണ് ഈ സംഭവം. അപ്പം ഞാൻ അന്ന് വീടിന്റെ അപേക്ഷ എടുക്കുന്ന സമയം. അപ്പൊ അപേക്ഷ പഞ്ചായത്തിൽ കൊടുത്തു, അക്ഷയെ കൊടുത്തു. ലാസ്റ്റ് ഡേറ്റ് ആയി. അപ്പൊ അതിന് കുറെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് ഞങ്ങളുടെ കുറെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാറ്റേണ്ട സാവകാശവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ, എന്റെ അപേക്ഷ അതിൽ ക്യാൻസൽ ആയി. വീട് തരാൻ തയ്യാറായില്ല. ഇല്ല. അപ്പൊ ഇനി 5 വർഷത്തേക്ക് ഇനിയില്ല. പക്ഷെ ഞങ്ങള് ഭയങ്കര പ്രാർത്ഥനയും വീട് വേണം. പിള്ളേര് വൈകുന്നേരം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയമാണ് ഞങ്ങൾക്കൊരു വീട് വേണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഞാൻ ഓർത്ത് അക്ഷയന്റെ അവിടെ വെച്ച് തന്നെ ഇത് പിന്നെ ഇനിയിപ്പോ അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു ഇനി ഇല്ല ചേച്ചി 5 വർഷത്തേക്കുള്ള അപേക്ഷ അടുത്തേന്ന് പറഞ്ഞു. ഇനി 5 വർഷം കഴിയാൻ നോക്കണ്ട. അപ്പൊ പിന്നെ എനിക്ക് ഒരു മാർഗവും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ദൈവമേ, ഞങ്ങൾ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് വീട് കിട്ടിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അത് വിചാരിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും പഞ്ചായത്തിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു, പിന്നെ കുറച്ചും കൂടി ഡേറ്റ് നീട്ടിയത്. വീണ്ടും ഞാൻ അപ്പം അതിനുവേണ്ടി ഇങ്ങനെ പോവുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. അത് റസൽ സാറാ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെര വെച്ച് തരാൻ താല്പര്യമുണ്ട്, ക്രൈസ്തവ ചിന്തയെന്നാണെന്നും പറഞ്ഞ് അനീഷ് പാസ്റ്റർ വിളിച്ചു. ഈ കഥ കേട്ടിട്ട് ഈ കഥകളെല്ലാം കൂടെ നമ്മൾ എഴുതിയല്ലോ. അതെ. അത് കണ്ട് വർഗീസ് ചാക്കോച്ചാന ഇരിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് രീതി പുറപ്പിച്ചില്ല. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് എന്ത് വന്നാലും പെൺകുട്ടിക്ക് വീട് പണിത് കൊടുക്കും. അത് വലിയൊരു മനസ്സാണ് അങ്ങേരുടെ. അത് പറയാതിരിപ്പോ തരമില്ല. അങ്ങേര് കാരണം നിങ്ങൾക്ക് വീട് കിട്ടിയത്. അതെ. എത്ര അന്ന് അവിടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളെ കാണാൻ വന്നതും നടക്കാൻ അന്ന് അത്ര ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ നേരിട്ട് വന്ന് കാണും. അതെ. ഞങ്ങളെ പിന്നെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി തിടുക്കം കൂടി തോന്നുന്നു. റസൽ സാറ് പറയുന്ന കഴിഞ്ഞും കുറച്ചും കൂടി തിരക്ക്. അപ്പം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ളൊരു ഇത് തന്നു. പക്ഷെ അനീഷ് പാസ്റ്റർ എന്ന് പറഞ്ഞത് ചിലപ്പോ ഫണ്ട് വരുന്ന ഇത്ര പൈസ തന്നിട്ടുള്ളൂ, ഫണ്ട് വരുന്നതനുസരിച്ചായിരിക്കും പെര കിട്ടുന്നതെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്കൊരു അത്ഭുതം എന്ന് പറഞ്ഞാല് അന്ന് എൻ്റെ കൂടെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തവർക്ക് തറ മാന്തുന്നതിന് മുമ്പ് ഇവിടെ പണി എല്ലാം കഴിഞ്ഞു. അത് ഇപ്പം ഒരു ആളുടെ പേര് എടുത്തു പറഞ്ഞുള്ളെങ്കിലും കാണാത്തവരൊത്തിരി പേരുണ്ട്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാല് അനീഷ് പാസ്റ്റർ എന്നോട് പറഞ്ഞത്, ഈ നിനക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ അനുഗ്രഹം വരുന്നത് ഒരു ഡോറിന്റെ എന്തോ ഒരു പിന്നെ ഒരു പാകിസ്ഥാൻകാര്. അത് രസകരം. അത് സുൽത്താൻ ബത്തേരി സഭയിലെ ഒരു താര എന്ന് പറയുന്ന സഹോദരി ഒക്ലഹോമയിലുണ്ട്. അപ്പം അവര് ഇത് വായിച്ചു മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവരും പൈസ തന്നു. അവരുടെ ഒരു സുഹൃത്ത് പാകിസ്ഥാൻകാരി വനിത ഒക്ലഹോമയിലുണ്ട്. മുസ്ലിം വനിതയാണ്, പക്ഷെ താരയുടെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു കുട്ടിക്ക് വീട് പണിയുന്നുണ്ട്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാകിസ്ഥാൻകാരി വനിത ക്രിസ്ത്യാനിയായ സ്വപ്നയെ കാണാതെ താര പറഞ്ഞതനുസരിച്ച് തന്ന പൈസ കൊണ്ടാണ് $150 എങ്ങാണ്ട് അയച്ചു. ആ പൈസ കൊണ്ടാണ് ഡോറ് വെച്ചത്. ഡോറുകൾ നിർമ്മിച്ച് അത് തന്നിരിക്കുന്നത് ഒരു പാകിസ്ഥാനാണ്. സത്യത്തിൽ വിശപ്പിനും ഈ ഭവനമില്ലായ്ക, വിശപ്പ്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതിനൊന്നും ജാതിയും മതവും ഒന്നും ഇല്ലല്ലോ.
ജാതി മതം ഇല്ലെന്ന് തന്നെയല്ല ഈ പറയും പോലെ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിചാരം ഇതൊന്നും അല്ല, ദൈവത്തിനൊറ്റ ഇതേ ഉള്ളൂ രോഗസൗഖ്യം. അതാ ചിന്തിച്ചോണ്ടിരുന്നത്, അത്രയാ ചിന്തിച്ചിരുന്നത്. ബാക്കിയെല്ലാം മനസ്സിലാകുന്നു അതല്ല എല്ലാം. അതെ, ഇപ്പൊ നമ്മുടെ ഏതൊരു പ്രശ്നമാണെങ്കിലും ഏതൊരു വിഷയമാണെങ്കിലും ദൈവം അത് നിവർത്തിച്ചു തരുമെന്ന് എനിക്ക് ഈ വീട് കിട്ടിയത് കൊണ്ട് മാത്രമല്ല, പല ഇതിലും അനുഭവങ്ങൾ. സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ സന്തോഷവതിയാണ്. ജോലിയുണ്ട്, അതെ, സന്തോഷ ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ. അപ്പം ഈ സമൂഹത്തോട്, നമ്മുടെ ക്രൈസ്തവത്തിന്റെ ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ട്? അതുപോലെ പറയാം. ക്രൈസ്തവ ചിന്തയോട് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദിയാണ്. നന്ദിയല്ലാതെ അല്ല, ക്രൈസ്തവ ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇത് 10 പേര് അറിഞ്ഞത്. അതിനും വലിയൊരു ഇത്. ക്രൈസ്തവ ചിന്തയോട് ആദ്യം തന്നെ നന്ദി. പിന്നെ ഇത് വായിക്കുന്ന ഓരോ വിശ്വാസിയും അവിശ്വാസിയും ആരും ഇപ്പൊ പിന്നെ റസൽ സാറ് പറഞ്ഞതുപോലെ ഇപ്പം ഒരു വിശ്വാസിയല്ല, ഒരു വിശ്വാസിയായി എനിക്ക് ഡോറ് പണിത് തന്നിരിക്കുന്നത് ഒരു വിശ്വാസിയല്ലെന്നാ ഇപ്പൊ റസൽ സാറ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാ. അപ്പൊ ഞാനത് നമ്മളവരെ വ്യക്തിപരമായി കണ്ടിട്ടോ, ഇതിലാരെ 1-2 പേരൊക്കെ ഉള്ളൂ ഞങ്ങളെ വ്യക്തിപരമായി കാണുകയും ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അവർക്കും നന്ദി. അല്ലാതെ ഞാൻ അറിയാതെയും, ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അറിയാതെയും ഞങ്ങളെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ പോലെ കഷ്ടം അനുഭവിക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു പേപ്പർ വീണ് കിട്ടിയാൽ, ഞാനൊരു പേപ്പർ വീണ് കിട്ടിയിട്ടാണ് ആർക്കേലും ഇതിലും വലിയ വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും. അതെ, അവർക്കെല്ലാം നമുക്കെല്ലാം വിളിക്കാൻ ഒരു ദൈവവുമുണ്ട്. ആ ദൈവം നമുക്ക് എല്ലാ സകല A to Z നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും നടത്തി തരുന്ന ഒരു ദൈവമാണെന്നും ഉള്ളത്. പിന്നെ എല്ലാവരോടും നന്ദി. ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാനും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അപ്പം എനിക്ക് ഒരു വീട് വെക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അറിയാം. അപ്പൊ എനിക്ക് ഞങ്ങളൊരു വീട് വെച്ചിട്ട് അതിനകത്ത് ഒരു മിറ്റിൽ കഷ്ണം പോലും ഞങ്ങളുടെ 1 രൂപ പൈസ ഇല്ല. എന്നാ വീട് കിടക്കുന്നത് എന്റെ പേരില്, നികുതി ചീട്ട് അടയ്ക്കുന്നത് ഞാന്. അതെല്ലാം ശരിയാണ്. പക്ഷേ ഒരു മിറ്റില് കഷ്ണം അതിനകത്ത് പൈസ സ്വന്തം പൈസ ഇല്ല, ഞങ്ങൾ ഇട്ടിട്ടില്ല. എല്ലാ വിശ്വാസികളും എല്ലാം അതെ, നമ്മളിപ്പോ 2-3 പേരുടെ പേരാണ് പറഞ്ഞത്. എന്നാൽ ലക്ഷം രൂപ തന്ന ആളുകളുണ്ട്. അവരെല്ലാവരും പേരൂടെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും വരും. ഒരുപാട് ആളുകൾ പേര് പറയാൻ താല്പര്യമില്ലാത്തവരും പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും പേര് പറയണ്ടേ. പക്ഷെ തുടക്കക്കാരൻ നിലയിൽ വർഗീസ് ചാക്കോച്ചാന്റെയും അനീഷ് പാസ്റ്റർ എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ടാണ് അനീഷ് പാസ്റ്റർ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അനീഷ് പാസ്റ്റർ അന്ന് ആ വീടിന് കല്ലിട്ടപ്പോ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് കല്ല് ചുമന്നല്ലോ ആണ്. കുറെ പാസ്റ്റർമാര് വന്ന് കല്ല് ചുമന്നു. പക്ഷെ പാസ്റ്റർമാര് കല്ല് ചുമക്കുന്നു. അപ്പൊ നമ്മുടെ സ്ഥിരമായ ഒരു പാസ്റ്റർമാരിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൈയൊക്കെ ഇതാക്കി ചെളിയാക്കാതെ ജീവിക്കുന്നവരാണൊരു ധാരണയാണ്. പക്ഷെ അവിടെ വന്ന് കല്ല് ചുമക്കുന്നപ്പോ ഞങ്ങളുടെ നാട്ടുകാർക്കും വലിയ അത്ഭുതമായി, ഞങ്ങൾക്കും വലിയ അത്ഭുതമായി. അങ്ങനെ വളരെ അത്ഭുതം. അത് മാത്രമല്ല, പാസ്റ്റർ അന്ന് ആ കല്ലിട്ടപ്പോഴല്ല, അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഫോട്ടോ എടുത്ത് തന്നിട്ട് പിന്നെ അനീഷ് പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പെരവാസ്തോലി നടത്തി ആ വീട്ടിൽ ഞങ്ങളെ താമസിപ്പിച്ച് അതിന്റെ ബില്ലും കൂടി പേ ചെയ്തതിന് ശേഷമാണ്. ആണാണ്. ചായ പോലും ആ വന്നവർക്ക് ഒരു ചായ കുടിക്കാൻ ഒരു കപ്പ് ഏകദേശം എനിക്ക് 2-3 അതുപോലും ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചു. നമുക്ക് സമയമായി, ഇനിയിപ്പോ അവസാനിപ്പിക്കാം അല്ലെ? നമ്മുടെ വിശ്വാസികൾക്ക് ഇന്നും സമൂഹത്തിന് അപജയം സംഭവിച്ചിട്ടുണ്ട്. ഞാനിന്ന് പള്ളി പ്രസംഗിച്ച കാര്യം അത് തന്നെയാണ്. അപജയവും അനാത്മീയതയൊക്കെ സഭയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നു. എങ്കിലും ഒരു കൂട്ടം ആളുകൾ ഇന്നും ഭയങ്കര മനസ്സിലുള്ളവരും സ്നേഹമുള്ളവരും ചേർത്ത് പിടിക്കുന്നവരും കരുതുന്നവരുമായ വിശ്വാസികളാണ്. അവരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സ്വപ്നയ്ക്ക് ഇങ്ങനെ ഒരു വീട്, ഞാനും എന്റെ കുടുംബം എന്റെ കുഞ്ഞുങ്ങളും സ്വസ്ഥമായി കിടക്കുന്നു. ഭർത്താവിന്റെ കാര്യം കൂടെ പറയണം. ഭർത്താവ് ഒരു മര്യാദക്കാരനായല്ലോ. ഇച്ചിരി മദ്യപിക്കൊക്കെ ഉണ്ടായിരുന്നാലും സ്വപ്നയുടെ സ്നേഹമായിരുന്നൊക്കെ ഞങ്ങളുടെ അറിവ്. ബഹളമൊന്നും വീട്ടിലുണ്ടാകുകയല്ല. വളരെ ഡീസന്റ്. ഇച്ചിരി സ്മോൾ അടിക്കും വല്ലപ്പോഴും. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു നിർണായക നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാ. അതെനിക്ക് ദൈവത്തെ കൂടുതൽ അറിയാൻ കാരണമായി. കറക്റ്റ്. അപ്പൊ പിള്ളേരുടെ പേരിൽ കൂടെ ഒരു വ്യത്യസ്തതയുണ്ട്. അത് നമ്മൾ അറിയണം. ഇളയ മോടെ പേര് സാനിയ, നമ്മുടെ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ താരമാണ്. മൂത്തവന്റെ പേര് സച്ചിൻ. അവൻ ക്രിക്കറ്റ് രാജാവ്, വേൾഡ് ഫേമസ്. രണ്ടാമൻ സൗരവ്. അവൻ അങ്ങേരും
ഇനി ക്രിക്കറ്റിനെ കുറിച്ച് വലിയ പിടിയില്ല, പക്ഷെ ഇവരൊക്കെ വലിയ ആളുകൾ കളിയാണെന്ന് എനിക്കറിയാം. അത് അവരുടെ അച്ഛൻ ഭയങ്കര അപ്പൊ സന്തോഷിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇട്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് സ്വപ്നയുടെ കുടുംബം. അവരെ ദൈവം അനുഗ്രഹിച്ചു. വിശ്വാസികൾ കൂടെ നിന്ന ആളുകൾ കരുതി കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു, ചേർത്ത് പിടിച്ചു. അങ്ങനെയൊക്കെയാണ് സ്വപ്ന എന്നൊരു നല്ല കുടുംബജീവിതം നയിക്കുന്നത്. നല്ല ജോലിയുണ്ട്. അതെ, ദൈവമക്കളുടെ ഇടയിൽ നിന്നും ദൈവസ്നേഹം മാഞ്ഞു പോയിട്ടില്ല. സ്വപ്നയുടെ ജോലിയും കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം. സ്വപ്നയെ എവിടെയെങ്കിലും സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നയെ വിളിച്ചാൽ മതി. സ്വപ്ന അവിടെ വരും, കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് നല്ല സുന്ദരനും സുന്ദരിയാക്കി പൗഡറൊക്കെ പൂശി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് പോകും. അതെ, അതാണ് ഇഷ്ടം. അവന് ഇഷ്ടം അതല്ലേ, പിള്ളേരെ വലിയ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ പോകും. വിളിക്കുന്നിടത്തെല്ലാം പോയി കുഞ്ഞുങ്ങളെല്ലാം അവർക്ക് വീട്ടിൽ അതിനുള്ള സംവിധാനം ഇല്ലായിരിക്കും. എല്ലാരെയും കുളിപ്പിച്ച് വൃത്തിയാക്കി ഈ പറയുന്ന ഡ്രസ്സ് ചെയ്ത് സെന്റൊക്കെ പൂശി അമ്മയുടെ കയ്യിലോട്ട് കുഞ്ഞു കൊച്ചുങ്ങളെ, അല്ലെ, എത്ര വയസ്സ് വരെ ചെയ്യും? അങ്ങനെ എത്ര മാസം വരെ? ന്യൂ ബോൺ ബേബീസ് ആണ് അവരെയാണല്ലോ. പിന്നെ സ്ത്രീകൾക്ക് ഇപ്പൊ ആയുർവേദ കുളിയാണല്ലോ, അതെല്ലാം എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്തു, അതെല്ലാം കൊടുത്തിട്ട് തിരിച്ചു. അതാണ് സ്വപ്നയുടെ ഇപ്പോഴത്തെ ശുശ്രൂഷ എന്നും പറയാം. അതെ, ഞാൻ അവരോട് സുവിശേഷം പറയും, അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാന്യമായ ശമ്പളവും തരുന്നുണ്ട്. പിന്നെ സ്വപ്നയുടെ ഈ ചരിത്രം, അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഒരു പ്രചോദനമാകട്ടെ. വല്ല ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഈ ഭൂമിയിൽ നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നന്മ ചെയ്യുവാനുള്ള അവസരം കൂടെ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Okay, God bless you.